ഈ മലയാള സിനിമയിലെ കോടിക്കണക്കിനുള്ള ക്ലബ്ബുകളൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ചുമ്മാന്ന് ഏത് കോടി? അതുകൊണ്ടല്ലേ തൊഴുത്തിൽ കിടക്കണ പ്രൊഡ്യൂസർ. ഏത് കോടി ക്ലബ്ബ്? ഇല്ലല്ല, ഒരുപാട് സിനിമ കയറിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ, മഞ്ഞുമ്മൽ പുലിമുരുകൻ്റെ പ്രൊഡ്യൂസർ നിങ്ങളിപ്പോൾ അന്വേഷിച്ച് നോക്കുക എന്ത് ചെയ്യണം. പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സ് പോലുള്ള പടം ഒരുപാട് പൈസ വാരിയ പടമാണ്. പക്ഷേ എന്ത് ചെയ്യാം, കടം വാങ്ങിച്ചവൻ്റെ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് എല്ലാം ഇ ഡി കൊണ്ടുപോയി. വല്ല കാര്യമുണ്ടോ? സ്വസ്ഥമായിട്ട് ജീവിച്ചൂടായിരുന്നു. അത് ഇ ഡി കൊണ്ടുപോയി കണ്ടവൻ്റെ പൈസ എല്ലാം കൂടെ. അതിങ്ങനെ മലയാള സിനിമ ഇന്നോ ഇന്നലെ അല്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. 17 വയസ്സായപ്പോൾ 18 വയസ്സാവാൻ ചെക്ക് ഒപ്പിടണമെങ്കിൽ 18 വയസ്സാവണമെന്ന് പറഞ്ഞ് കാത്തിരുന്നൊരു മനുഷ്യനെടുത്ത പടമാണ് മലയാളത്തിൽ ആദ്യത്തെ സൂപ്പർ ഹിറ്റായ പടം. അറിയോ അതൊന്ന്? ചെമ്മീൻ. 17 വയസ്സായ പയ്യൻ 18 ആവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ചെക്കിൽ ഒപ്പിടണമെങ്കിൽ അവൻ 18 ആവണം. അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് വന്ന സിനിമാ രംഗമാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ, നേരത്തെ പറഞ്ഞല്ലോ 4 കോടി മുടക്കി ഒരു സിനിമ എടുക്കാം എന്നാതാൻ പോയി കേസ് കൂടെന്ന് നന്നായിട്ട് ഓടിയ നല്ല പടമായിരുന്നു. അതിൻ്റെ സംവിധായകൻ 4 കോടിക്ക് ഒരു പടം തീർക്കാമെന്ന് പറഞ്ഞിട്ട് 20 കോടി രൂപ ചിലവാക്കുക എന്ന് പറഞ്ഞല്ലേ, എത്ര ഇരട്ടിയായി എന്നാലും ചോദിക്കേ. 20 നമ്മൾ കൂടുതൽ കൂട്ടണ്ട, 20 ആയുള്ളൂ. അല്ല, പ്രൊഡ്യൂസർ ഞാൻ വീണ്ടും പറയില്ല നിങ്ങളോട്. അതിൽ 2 പേരിൽ ഒരാൾ പറയുന്നു അയാൾക്ക് കുഴപ്പമില്ല എങ്കിൽ അയാളെ ഇ ഡി അന്വേഷിക്കണമെന്ന് ഞാൻ പറയും. എന്തറിയോ, എൻ്റെ 20 കോടി രൂപയെ പുല്ലേ മാത്രമെന്ന് അവൻ പറയുകയാണെങ്കിൽ അവനെ ഇ ഡി അന്വേഷിക്കണം, അവൻ്റെ പൈസ ഇടുന്നത്. കാരണം കഷ്ടപ്പെട്ടവനാണെങ്കിൽ അങ്ങനെ പറയില്ല. അപ്പോൾ അവൻ്റെ കഷ്ടപ്പെട്ട പൈസ അല്ല, ഒന്നുകിൽ അവൻ്റെ തന്ത ഉണ്ടാക്കിയിട്ട പൈസ, അല്ല എങ്കിൽ അവൻ ഇവിടുന്ന് ബ്ലാക്ക് മണി വരുന്നുണ്ട്. ഇ ഡി അന്വേഷിക്കേണ്ടതാണ്. കാരണം 4 കോടി രൂപയ്ക്ക് ചിലവാക്കാമെന്ന് പറഞ്ഞെടുത്തൊരു പടം 20 കോടിയായി. അതിൽ 2 ലക്ഷം രൂപ പോലും കളക്ഷൻ കിട്ടാതെ ആദ്യ ഷോയ്ക്ക് ഹോൾഡ് ഓവറായ ഒരു പടത്തിൻ്റെ നിർമ്മാതാവ് പരസ്യമായി പറയാണ് എൻ്റെ 20 കോടി രൂപയാൽ എനിക്ക് പുല്ലേ മാത്രമെന്ന് പറയുന്നുവെങ്കിൽ അവനെ അന്വേഷിക്കണം. പോലീസ് ഇ ഡി അന്വേഷിക്കണം അവൻ ഈ 20 കോടി എവിടെ നിന്ന് കിട്ടിയെന്ന്. കാരണം അവന് കഷ്ടപ്പെട്ടാണെങ്കിൽ അവൻ അത് ചെയ്യില്ല. കഷ്ടപ്പെടാത്ത പൈസ ആയിരിക്കണം. എന്നിട്ട് ആ സംവിധായകനെ വെച്ച് ലിസ്റ്റൻ സ്റ്റീവൻ പുതിയ പടം ചെയ്യണം. ഏത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ നേതാവ്. എന്നിട്ടാണ് ഇവർ നടന്മാരുടെ റേറ്റ് കുറയ്ക്കാൻ നടക്കണേ. ആ നിർമ്മാതാവിനെയല്ലേ ആദ്യം മാറ്റി നിർത്തുക സംഘടന. പറഞ്ഞാൽ ഒരുപാട് പറയണമെന്നേ. പിന്നെ നല്ല ഹിറ്റ് പടം ആസിഫ് അലി മനോഹരമായി ചെയ്ത പടമാണ്. പിന്നെ ബേസിലിൻ്റെ പടം നല്ല പടമാണ്. നല്ല പടങ്ങൾ ഇവിടെ ഒരുപാട് വരുന്നുണ്ടെന്നേ. എന്താ പൊന്മാൻ നല്ല പടം കണ്ടിരിക്കാവുന്ന പടം. അതൊന്നും വീണുപോയി അല്ലേ, അത് വീണുപോയി. അതിപ്പോൾ എല്ലാം ഓടണമെന്നില്ലെന്നേ. എന്നാലും അവനിപ്പോൾ മോഹൻലാൽ, ജയറാം, ദിലീപ് കഴിഞ്ഞ് ആ ശ്രേണിയിലുള്ള നല്ല നടനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിലിനെ. നന്നായിട്ട് നല്ല രസമല്ലേ ചെയ്യണേ. അതൊന്നും ഞാൻ പറയില്ല. ഈ ജോത്സ്യം ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടി അറിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം.